ഇതിൽ ഗോൾഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? മലബാർ ഗോൾഡിന്റെ ട്രോളി ആട്ടോ. അപ്പൊ മലബാർ ഗോൾഡിന്റെ ട്രോളിയിൽ ഗോൾഡ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതേത്താണ് ഇതിന് മാത്രം കാണണ്ടേ? കാണിച്ചു തരാ. കാണണോ? ശരിക്കും കാണണോ? ഒന്ന് ആൻഡ് രണ്ട് ആൻഡ് ഒന്നുമില്ല മൂന്ന്. ഇന്ന് മലബാർ ഗോൾഡിൽ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. 2 സാധനങ്ങളാണ് പർച്ചേസ് ചെയ്തത്. എന്താന്നുള്ളത് കാണണമെന്നുണ്ടെ വീഡിയോ തുടർന്ന് കാണുക. അപ്പം മനസ്സിലാവും എന്താണ് പർച്ചേസ് ചെയ്തതെന്നുള്ള. ഈ 2 ബോക്സിൻ്റെ അകത്തും എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും കേട്ടോ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഞാൻ ഇന്നലെ മലബാർ ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു വള മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവിടെ ഒരു കമ്മൽ കണ്ടു വെച്ചു. ലെനി സൗണ്ട് കുറക്കി. കമ്മൽ കണ്ടു വെച്ചു. അപ്പം ഈ ഒരു കമ്മൽ എന്ന് വെച്ചാൽ ഞാൻ കസ്റ്റമൈസ് ചെയ്യിച്ചൊരു കമ്മലായിരുന്നേ. അപ്പം ഇതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം 3 തവണയായിട്ട് ഇതിൻ്റെ പാതി സാധനം വീണുപോയി. 3 തവണ വീണു പോയിട്ടും എനിക്ക് തിരിച്ച് കിട്ടിയ സാധനമാണ്. അപ്പം 4മത്തെ ഒരു തവണ വീണു പോയാൽ ഇതെനിക്ക് കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് ഇന്നലെ ഞാൻ അവിടെ ഒരു കമ്മൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് മേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോവുകയാണ്. ഒന്ന് പോയി നോക്കട്ടെ, അത് അവിടെ തന്നെ ഉണ്ടാവുമോ എന്നറിയില്ല. മലബാർ ഗോൾഡൊക്കെ തിരക്ക് പിടിച്ചിട്ടുള്ള ഷോപ്പായതുകൊണ്ട് മേ ബി ചിലപ്പോൾ അവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഏതായാലും ഇത് കൊടുത്തിട്ട് ഞാൻ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. മേക്കിംഗ് ചാർജ് കൂട്ടേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. ഇത് എനിക്ക് കൊടുക്കാനാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. പക്ഷേ 3 തവണ വീണുപോയി. 3മത്തെ തവണ അത്രയും ഞാൻ ടെൻഷനായി. എനിക്ക് BP ഒക്കെ കുറഞ്ഞു പോയി. അപ്പോൾ വീണു പോകുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ മാറ്റി മേടിക്കുന്നതാണല്ലോ. ഒന്നുമില്ലെങ്കിൽ മാറ്റി മേടിച്ചു എന്നുള്ള സമാധാനമെങ്കിലും നമുക്ക് എടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഇത് ഏകദേശം 1 വർഷം 2 വർഷത്തിൻ്റെ അടുത്തായി ഞാൻ അവിടുന്ന് കസ്റ്റമൈസ് ചെയ്യിച്ചിട്ട് സംഭവം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഊതുക എന്ന് വെച്ചാൽ ഇവിടെ പാതിയിൽ ഈ ഒരു റാ പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഇവിടെ വെച്ചിട്ടാണ് ഊരാറ്. അതാ കണ്ടോ, അത്രേ ആണിക്ക് ടൈറ്റുള്ളൂ. എന്നിട്ട് ഈ ഒരു സാധനം മിസ്സായി പോവുക ചെയ്യുന്നത്. മിസ്സായി പോയിട്ട് ഇപ്പോൾ പല തവണ എന്നില്ല 3 തവണയായിട്ട് എനിക്കത് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മ പറയുന്നൊരു ഡയലോഗുണ്ട്, സത്യമുള്ള പൈസ ആയതുകൊണ്ട് മാത്രമാണ് എനിക്കത് തിരിച്ച് കിട്ടിയെന്നുള്ളത്. അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് അതെടുക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മലബാറിലേക്ക് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഈ കമ്മലൊന്ന് കാണിച്ചു തന്നതാണ്. ഇന്നത്തോടുകൂടെ എന്നോട് വിട പറയുകയാണ്. ഇതെൻ്റെ ഡയമണ്ട് നെക്ലേസിന് കണക്കാക്കിയിട്ട് കസ്റ്റമൈസ് ചെയ്യിച്ചൊരു സംഭവമാണ്. കുറച്ച് പൈസ ബാലൻസ് ഉണ്ടാവും. ഇപ്പോഴത്തെ സമയത്ത് കിട്ടുന്ന ബാലൻസ് അല്ലേ അവിടെ വെക്കാം. നമുക്ക് വില കുറയുന്ന സമയത്ത് വേറെ എന്തെങ്കിലും മേടിക്കാം, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അത് എത്രയാണ് 4 ഗ്രാമം കണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം ബാക്കിയൊക്കെ മലബാറിലെത്തുമ്പം കാണാം കേട്ടോ. ഹായ് ഹലോ ഗൈസ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി പുതിയ ബാഗൊക്കെയാണ്. അയ്യോ, ഇന്ന് സ്വർഗത്ത് പോയിട്ടില്ലെങ്കിൽ ഞാൻ നരകത്തിൽ ഇഞ്ചക്ഷൻ ചെയ്ത് കിടക്കേണ്ടി വരും. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള പാതയിൽ സഞ്ചരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതായിരിക്കും നമുക്ക് ബെറ്റർ. ഒരു താത്തഞ്ഞ് നോക്കുക, തട്ടം ഒഴിവാക്കി എന്ന് പറഞ്ഞവൾ തട്ടിട്ടൊക്കെ ആണല്ലോ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കാം മേ ബി. സത്യം പറയാച്ചാൽ എനിക്കിഷ്ടമല്ല കേട്ടോ കമ്മൽ കൊടുക്കാൻ. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. അത് എത്ര കാലം എന്ന് വെച്ചിട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അതവിടെ പോയിട്ട് ഇട്ടെനിക്ക് ഭംഗിയുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ കേട്ടോ. അതും ഞാൻ പറഞ്ഞേക്കെ. അപ്പോൾ അങ്ങനെയാണ്. നേരെ മലബാർ ഗോൾഡിലേക്ക് അവിടുന്ന് സാധനം എടുക്കുക, തിരിച്ചിങ്ങ് പോരുക, അത്രമാത്രം. നീ ഇന്നലെ കാണിച്ചു തന്നാൽ എത്ര പേര് കണ്ടു എന്നെനിക്കറിയില്ല. ഡീറ്റെയിലായി കമ്മൽ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ.
ഞാൻ പറഞ്ഞല്ലോ 3 പ്രാവശ്യം വീണുപോയി. 4ാമത്തെ പ്രാവശ്യം ഒരു പക്ഷേ വീണു പോയാൽ അതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത്രയും ടെൻഷൻ അനുഭവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളത് മാറ്റി മേടിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അടുത്ത ദിവസം വീണ് എൻ്റെ മൂത്ത സഹോദരി ഉണ്ട്. അവളുള്ളത് കൊണ്ട് മാത്രം ഞാൻ തല കറങ്ങി നിലത്ത് വീണില്ല. അവളെന്നോട് ഒരൊറ്റ വാക്ക് പറഞ്ഞു, നീ ടെൻഷൻ ആവണ്ട, അത് വീട്ടിൽ തന്നെ ഉണ്ട്, അതെങ്ങും പോവില്ല, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമല്ലേ എന്ന് ചോദിച്ചു. ഇതേ സെയിം ഡയലോഗ് തന്നെ കേട്ടോ ഉമ്മയും പറയാറ്. നല്ല പൈസ കൊണ്ട് മേടിച്ചതാ ജെസ്സിയെ, ഒന്നും ആവില്ലാന്ന്. എനിക്ക് ടെൻഷൻ എന്തായെന്ന് വെച്ചാൽ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നതായി, പർദ്ദയായി കേട്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അവിടെയൊക്കെ നിന്നൊരു ഗോൾഡൊക്കെ കിട്ടിയാൽ നമുക്ക് തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പോയടുത്തുനിന്ന് കിട്ടിയൊരു സംഭവമാണ്. അതുകൊണ്ട് മാറ്റാമെന്ന് വിചാരിച്ചു, അല്ലാതെ ഇഷ്ടമുണ്ടായിട്ട് മാറ്റിയെന്നല്ല. ഞാൻ അത്രയും ആശിച്ച് മോഹിച്ച് ഗൂഗിളിൽ അത്രയും സെർച്ച് ചെയ്ത് എന്നതിന് ശേഷം സെലക്ട് ചെയ്ത് 1.5 മാസം വെയിറ്റ് ചെയ്ത് എന്നതിന് ശേഷം ഉണ്ടാക്കിച്ച കമ്മലാണ് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. അന്നേ മേടിച്ച് 3ാമത്തെ ദിവസം തന്നെ അത് വീണ് പോയി കേട്ടോ. അപ്പോൾ പിന്നെ മലബാർ ഗോൾഡ് കൊണ്ടുപോയിട്ട് അവർ ഒന്ന് ആണിയൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് തന്നു. അവർ പറഞ്ഞു അത് കുറച്ച് ടൈറ്റ് ആവാൻ ഇതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ 18 ക്യാരറ്റ് മേൽ ഉണ്ടാക്കിയാൽ മതി, അതാകുമ്പോൾ ഉറപ്പുണ്ടാവും എന്ന് പറഞ്ഞ്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു 18 ക്യാരറ്റിന് മുകളിൽ ഉണ്ടാക്കാതിരുന്നത് എത്രയോ ബെറ്ററാണ് എന്നെല്ലാം കേട്ടോ. ഓർമ്മയുണ്ടതാ സൂര്യനെ പുഷ്പമൊന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയാണ്. ഏതായാലും ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്താറായി. ബാക്കി വിശേഷം മലബാർ ഗോൾഡിൽ എത്തിയിട്ട് കാണാം കേട്ടോ. കൊയിലാണ്ടിക്കൂടിയല്ല, ഉള്ളിയേരിക്കൂടിയാണ് പോകുന്നത്. അരുണേട്ടൻ ആരെങ്കിലും ഉണ്ടാവും. കോഴിക്കോടേക്ക് കണ്ടും വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അരുണേട്ടനെ ഒന്ന് കാണാമല്ലോ. അരുണേട്ടനെ ഞാൻ ഇന്നലെ കണ്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ വീട്ടിൽ നിന്ന് ചാടിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും നിങ്ങളെ വെറുതെ ചൂടാക്കണ്ടേ വിചാരിച്ച് എന്തെങ്കിലും പറഞ്ഞതാ. ഏതായാലും ഓക്കെ ബൈ. ഇനി മലബാറിലെത്തിയിട്ട് കാണാം. നല്ല വെയിലാണ്, സ്പീഡിൽ നടന്നിട്ടില്ലേ പണി കിട്ടും. ഓക്കെ, അങ്ങനെ മാവൂർ റോഡ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ബസ്സുകാരന് ഞാൻ ആ ബസ്സിലേക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ അല്ല എന്ന് ഉള്ള ഉത്തരവും കൊടുത്തു. എന്ത് ബ്ലോക്കാടെ, സ്വർഗത്തിൽ പോകേണ്ടതാ. ഇന്നെല്ലാവരും അറിയും, ഞാൻ ആരെയും അറിയില്ല. ഷിഫ്റ്റ് സൈലൻസ് മാറ്റി വെച്ച് പോകുന്നു. അതിനൊന്നും RTOമാർക്ക് കുഴപ്പമില്ലായിരിക്കും. ഇവിടെ എത്തി. കമ്മൽ അവിടെ തന്നെയുണ്ട്.
കമ്മൽ അങ്ങോട്ട് തരാനുണ്ട്. നടക്കത്തില്ല ഗൈസ്. $530 എൻ്റേത്. ഇത് 6.90. 1 ഗ്രാമിൻ്റെ മാത്രം. സ്റ്റോൺ അടക്കാട്ടോ പറഞ്ഞ്. അതെനിക്ക് എടുക്കാൻ പറ്റൂല, വെയിറ്റ് കൂടുതലാണ്. വേറൊന്നും എൻ്റെ ഇത് ഒരേ മോഡലായി പോയോ? ഏകദേശം ഒരേ പോലെ ഉണ്ടല്ലേ? ഒരു മിനിറ്റ് അങ്ങ് തന്നിടാ. എടുത്ത കമ്മൽ ഒന്ന് ഇതാണ്. ഞാൻ കൊടുക്കുന്നേറ്റാ തന്നെ ഒന്ന് എടുക്കുകയാണ്. പിന്നെ ഒന്ന് ഇതാണ്. ഈ 2 കമ്മലാണ് എടുക്കുന്നത്. സാധനം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കമ്മലിൽ. ആ മാറ്റം എന്താണെന്നുള്ളത് വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ലാതെ പിന്നീട് അവിടുന്ന് കാണിക്കണ്ടെന്ന് വിചാരിച്ച് വീട്ടിലെത്തിയിട്ട് തന്നെ കാണിക്കാന്ന് വെച്ച്. ഒരു ട്രോളി ബാഗും മേടിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഏതാണ് മാറ്റിയ കമ്മൽ എന്നുള്ളതൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പം എല്ലാം ഞാൻ വിടട്ടെ. വലിയ ലോങ് യാത്ര കഴിഞ്ഞിട്ട് വരികയെന്നൊന്നും വിചാരിക്കണ്ട. മലബാർ ഗോൾഡിൽ നിന്ന് അവരിന്ന് ഒരു ട്രോളി ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഇത് വന്നപ്പോൾ പോസ്റ്റ്മാൻ HDFCൻ്റെ ഒരു കത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം തിരിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ട് ഇത് അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ആട്ടോ. ബില്ല് മാത്രമല്ല, 1 വർഷത്തേക്ക് നമ്മൾ മേടിക്കുന്ന സാധനം സേഫാണ്. അതാണ് മെയിനായിട്ടുള്ളത്. ഇൻഷുറൻസ് പേപ്പർ ആട്ടോ ഇത്. അപ്പം കമ്മൽ മാറ്റി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇതാണ്. ഇത് ഇനി എന്താടാ അത് തുറന്ന് കളിക്കുന്നത്? ഇത് നിങ്ങൾ കാണിച്ച ആ കമ്മൽ തന്നെയാണ്. നിങ്ങൾ കാണിച്ച സെയിം കമ്മൽ തന്നെയാണ് മേടിച്ചത്. ഇത് തന്നെ മാറ്റിയത് വേറൊന്നുമല്ല, 18 ക്യാരറ്റിൻ്റെ മാറ്റിയത്. ഞാൻ 18 ക്യാരറ്റിൻ്റെതാണ്. അതിനൊരുപാട് പൈസ കൂട്ടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ബിജിലി ചേച്ചി ഞാനും കൂടി എടുത്ത തീരുമാനം, ബിജിലി ചേച്ചി എന്ന് പറയണ്ട കേട്ടോ, ഞാനെടുത്ത തീരുമാനം സ്റ്റഡ് എടുക്കുക എന്നുള്ളതാണ്. ഇതിനൊക്കെ ഏകദേശം വെയിറ്റൊക്കെ കണക്കാണ്. പക്ഷേ എന്നാലും
എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യം തോന്നി. ഇത് 18 ക്യാരറ്റ് അല്ല കേട്ടോ, നോർമൽ ഗോൾഡ് 22 ക്യാരറ്റ് 916 ഗോൾഡ് തന്നെയാണ്. മറ്റേത് 18 ക്യാരറ്റ് ആയിരുന്നു. ഞാൻ കൊടുത്ത മോഡൽ തന്നെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെ അത് മാറ്റി ഇതാക്കി. അങ്ങനെ ഈ 2 ഗോൾഡാണ് ഇന്ന് മാറ്റി മേടിച്ചത്. ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണ്ടിയവർക്ക് വേണേ കാണിച്ചു തരാം കേട്ടോ. പിന്നെ 3100 രൂപ ഞാൻ എക്സ്ട്രാ അങ്ങോട്ട് കൂട്ടേണ്ടിയും വന്നു. അതാണ് ഇന്നത്തെ ഗോൾഡ് പർച്ചേസിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.